ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ വെളിപാടിന്റെ അവസാനം അധ്യായം വരെ നമുക്ക് കാണാൻ സാധിക്കും പരിശുദ്ധാത്മാവിന്റെ ഒരു ഒഴുക്ക്. ദൈവമക്കൾ എവിടെയെല്ലാം നിലവിളിക്കുന്നു അവിടെയെല്ലാം അവരെ കൈപിടിച്ച് നടക്കുന്ന ഒരു ആത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അതെ പരിശുദ്ധാത്മാവിന്റെ ഒരു സാന്നിധ്യം എപ്പോഴും ഉണ്ട്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം തിരുവചനം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. പറഞ്ഞ ഹല്ലേലൂയ. കാരണം സൃഷ്ടി, അതായത് ഏറ്റവും ആദ്യം തന്നെ അന്ധകാരത്തിന് മുകളിൽ പ്രകാശമായിട്ട് വ്യാപരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഇത് തന്നെയാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് സാധിച്ചില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഏറ്റവും ആദ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഭൂമിയെ കുറിച്ച് പറയുന്നതാണ്, ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. അതായത് ഭൂമിയെ കാണാൻ ഒരു സൗന്ദര്യമില്ല, മനോഹരമില്ല, ഭൂമിക്ക് ഒരു ഷേപ്പ് ഒന്നും ഇന്ന് കാണുന്ന പോലെ മനോഹാരിത ഒന്നുമില്ല, ശൂന്യത മാത്രമേ ഉള്ളൂ, അല്ലെ അന്ധകാരം മാത്രമേ ഉള്ളൂ. പറഞ്ഞ ഹല്ലേലൂയ. യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിന്നോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും അതായത് ആത്മാവും ജീവനുമായ വചനം ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി 1:3 ദൈവം അരുളി ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. പറഞ്ഞ ഹല്ലേലൂയ. അതായത് രൂപരഹിതവും ശൂന്യവുമായ ഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവിന്റെ വചനം കടന്നു ചെല്ലുമ്പോൾ ആ ഭൂമി മനോഹരമായിട്ട് മാറുന്നത് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യം ഭൂമിയെ രൂപരഹിതമായിട്ടാണ് കാണുന്നെങ്കിൽ ഉൽപ്പത്തി 1:30 കാണാനായിട്ട് സാധിക്കും. ദൈവം പറയുന്നുണ്ട്, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതാണ് ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ, വചനം കേട്ട് കഴിയുമ്പോൾ, ശുശ്രൂഷയിൽ പങ്കെടുത്ത് കഴിയുമ്പോൾ, ഒരാൾ ആത്മീയമായിട്ട് നവീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവന്റെ ജീവിതത്തിൽ എവിടെയെല്ലാം രൂപം നഷ്ടപ്പെട്ടിട്ടുണ്ടോ, എവിടെയെല്ലാം അവന്റെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, എവിടെയെല്ലാം അവന്റെ ജീവിതത്തിൽ ചൈതന്യം മാറിയിട്ടുണ്ടോ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മനോഹരമായിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് ധ്യാനത്തിലൊക്കെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. കടബാധ്യതയായിരുന്നു, ഒത്തിരിയേറെ ബുദ്ധിമുട്ടായിരുന്നു, കുടുംബത്തിൽ പ്രശ്നങ്ങളായിരുന്നു, തകർച്ചയുടെ വക്കിലായിരുന്നു, മക്കൾ ഒത്തിരിയേറെ വഴിവിട്ട് നടക്കുന്ന അവസ്ഥയായിരുന്നു, പറ്റുന്നില്ലായിരുന്നു, രോഗാവസ്ഥയിലായിരുന്നു, ആശുപത്രിയിലൊക്കെ കയറി നടന്നു. അവിടെയെല്ലാം ദൈവത്തിന്റെ കരം, ഞാൻ വചനം കേട്ടപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ദൈവത്തിന്റെ മഹത്തായ സാന്നിധ്യം വചനമായി പരിശുദ്ധാത്മാവായി എൻ്റെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ രോഗം മാറി, കടബാധ്യത മാറി, ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറി, എൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന സ്വരച്ചേർച്ചകൾ മാറി, കുടുംബത്തിനെല്ലാം ഒരു രൂപം വന്നത് കാണാനായിട്ട് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമക്കൾ ഇവിടെ ഇരിക്കുമ്പോൾ ഏതൊക്കെ പ്രശ്നവുമായിട്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ദൈവത്തിന്റെ വചനം, അതായത് വാളായ വചനം, സജീവവും ഊർജ്ജസ്വലവുമായ ആ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ രൂപം സംഭവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം രൂപരഹിതവും ശൂന്യവുമായ ഭൂമിയിലേക്ക് വചനം വന്നപ്പോൾ താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ മനോഹരമായിട്ട് മാറ്റുന്ന ഒരു ദൈവത്തിന്റെ പ്രവർത്തനം അവിടെ കാണാനായിട്ട് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് ഈ വചനം കേൾക്കാനിരിക്കുമ്പോൾ ആ ഒരു അഭിഷേകം നമ്മളിലേക്ക് കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവമക്കളെ, അത്ഭുതങ്ങളെല്ലാം ഓരോ ദിവസവും നമ്മുടെ ഇതിലേക്ക് സംഭവിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു ധ്യാനവേളയിൽ കൈ തളർന്നു കിടക്കുന്ന ഒരാൾ കൈ ഉയർത്തുമ്പോൾ നമ്മൾ ആർത്തുല്ലസിക്കും. ഒരു അത്ഭുതം കണ്ടു. കണ്ണ് കാണാൻ മേലാത്ത ഒരാൾ കാണുമ്പോൾ നമ്മൾ പറയും അയാൾക്ക് കാഴ്ച കിട്ടി. നമ്മൾ ഒത്തിരിയേറെ അത്ഭുതത്തോടെ ഓടും. തളർന്നു കിടക്കുന്ന ഒരാൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ ഓടും. മക്കളെ, ദൈവമക്കളെ, ഒന്നോർത്തേ, ഈ വലത് കൈ ഒന്ന് പൊക്കിക്കേ. ഈ പൊക്കാൻ പറ്റുന്ന ഒരു അത്ഭുതമല്ലേ? ഈ കൈ തളർന്നു പോകുമ്പോൾ പൊക്കുന്നത് മാത്രമല്ല അത്ഭുതം. അല്ലെങ്കിൽ എഴുന്നേക്കാൻ മേലാതെ ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ എഴുന്നേക്കുന്നത് മാത്രമല്ല അത്ഭുതം. ഓരോ സെക്കൻഡിലും എന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു അത്ഭുതമാ. ഞാൻ ഇന്ന് സ്തുതി പറയാനായിട്ട് കൈ പൊക്കുന്നത് ഒരു അത്ഭുതമാ.
അല്ലാതെ കൈ തളരുമ്പോൾ മാത്രം, അല്ലെങ്കിൽ തളർന്നു കിടന്ന കൈ മാത്രം പൊക്കുമ്പോൾ മാത്രമല്ല അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് കൺ തുറന്ന് കാണുവാൻ ആ അഭിഷേകം നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ആഗ്രഹിച്ചിരിക്കണം. വചനം കേൾക്കുവാനായിട്ട് ഓരോ വെള്ളിയാഴ്ച ഇവിടെ വരുമ്പോൾ ഒരുങ്ങി വരണം. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഓർക്ക് വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ പല സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യം, വർഷങ്ങൾക്ക് മുമ്പ് ഒരു വൈദികൻ തന്റെ ജീവിതത്തിൽ താൻ നടത്തിയ ഏറ്റവും മഹത്തായ ഒരു കുമ്പസാരത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി. അതായത് ആ വൈദികൻ പള്ളിമേട ഇരിക്കുമ്പോൾ ഒരു യുവാവ് വളരെയേറെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് പള്ളിമേടയിലേക്ക് വരിക. ഓടി വന്നിട്ട് ഈ വൈദികനോട് പറഞ്ഞു, അച്ഛാ എനിക്കൊന്ന് കുമ്പസാരിക്കണം, അത്രമാത്രം പ്രശ്നത്തിലാണ് ഞാൻ നിൽക്കുന്നത്, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കുമ്പസാരിക്കണം, അച്ഛൻ എത്ര തിരക്കുണ്ടായാലും അതെല്ലാം ഒന്ന് മാറ്റിവെക്കണം. അപ്പൊ ഈ അച്ഛൻ വിചാരിച്ചു, ഇവന്റെ പരവേശം കണ്ടപ്പോൾ അച്ഛൻ വിചാരിച്ചു ഇവരേതോ മാരക പാപത്തിന്റെ അടിമത്തത്തില, അല്ലെങ്കിൽ ഒത്തിരിയേറെ കുറ്റബോധത്തിൽ അവൻ വീണ് അവൻ വന്ന്. അപ്പൊ ഇവന്റെ പരവേശം കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ നീ ശാന്തമാകും. അപ്പോൾ ഈ അച്ഛൻ ഇവനെ പെട്ടെന്ന് എഴുന്നേറ്റ് ഇവന്റെ തോളെ കൈയിട്ട് പള്ളിമേടയിൽ നിന്ന് ഇങ്ങനെ കൂട്ടി അവന്റെ തോളെ കൈയിട്ട് ഇവനെ പള്ളിയിലേക്ക് അങ്ങ് കൊണ്ടുപോകുന്ന സമയത്ത് ഈ അച്ഛൻ ഈ മകനോട് ചോദിച്ചു, മകനെ എന്താ പറ്റിയേ, എന്താണ് നീ ഇത്ര പരവേശപ്പെട്ട് നിൽക്കുന്നത്? അപ്പോൾ ഈ മകൻ പറഞ്ഞു, അച്ഛാ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു, അടുത്ത ആഴ്ചയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ അതിനുവേണ്ടി ലീവൊക്കെ എടുത്തു വെച്ച് എൻ്റെ ജോലി സ്ഥലത്തായിരുന്നു. ഉച്ചയായപ്പോൾ എനിക്കൊരു കോൾ വന്നു, അവൾക്ക് ഡെലിവറി സംബന്ധമായ പെയിൻ വന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഞാൻ അവിടുന്ന് പോകുന്നതാണ്. ബൈക്കിന് ഞാൻ പെട്ടെന്ന് ചെല്ലാൻ വേണ്ടി ബൈക്കിന് ഞാൻ യാത്ര ചെയ്തു. വരുന്ന വഴിയിൽ എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചു, എനിക്ക് ഒരു ആൺകുഞ്ഞുണ്ടായി, ഒരു ആൺകുഞ്ഞിനെ ജന്മം നൽകി എൻ്റെ ഭാര്യ. അപ്പോൾ ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഞാനിങ്ങനെ ഓടി വന്നു കഴിയുമ്പോൾ എൻ്റെ കൊച്ചിനെക്കുറിച്ചുള്ള, ആ കൊച്ചിനെ കാണാനുള്ള, ആ കൊച്ചിൻ്റെ കയ്യിലെടുക്കാനുള്ള ആ ആഗ്രഹത്തിൽ ഞാൻ വളരെ ധൃതിപിടിപെട്ട് ആവേശത്തോടെ ഇങ്ങനെ വരുന്ന വഴിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു തോന്നൽ തോന്നി, ആ കുഞ്ഞിനെ സ്വീകരിക്കാൻ തക്ക വിശുദ്ധിയിലാണോ ഞാനായിരിക്കുന്നത്? ആ കുഞ്ഞ് കൺ തുറന്ന് അവന്റെ അപ്പനെ കാണുമ്പോൾ ലോകത്തെ ഏറ്റവും വിശുദ്ധിയുള്ള അപ്പനാണോ ഞാൻ? ആ നേഴ്സ് ആ കുഞ്ഞിനെ എടുത്ത് എൻ്റെ കയ്യിലേക്ക് തരുമ്പോൾ ലോകത്തെ ഏറ്റവും വിശുദ്ധമായ കരങ്ങളിലാണോ എൻ്റെ കുഞ്ഞിരിക്കുന്നത്? അല്ലെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ആ ആഗ്രഹം ഒന്ന് ലിമിറ്റ് ചെയ്തു, ഒന്ന് കുമ്പസാരിച്ചിട്ട് പോയി എൻ്റെ കുഞ്ഞിനെ കാണാം. എൻ്റെ കുഞ്ഞെന്നെ കാണുമ്പോൾ വിശുദ്ധമായ കൈകളിലേക്ക് വരും. വിശുദ്ധമായ അപ്പനെ ആയിരിക്കും അവൻ കാണുന്നത്. അച്ഛന് സന്തോഷമായി. അവനോട് അല്പനേരം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് അവൻ കണ്ണുനീരോട് കുമ്പസാരിച്ചു. ആ കുമ്പസാരം കഴിഞ്ഞപ്പോൾ അവനെ യാത്ര ചെയ്ത് വിടുമ്പോൾ ആ വൈദികൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് വരെ കുമ്പസാരിപ്പിച്ചതിൽ ഏറ്റവും അനുഭവം നിറഞ്ഞ, അനുതാപം നിറഞ്ഞ ഒരു കുമ്പസാരമായിരുന്നു അത്. അതായത് ഒരപ്പൻ വിശുദ്ധമായി ഒരുങ്ങി ആ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് പോകുന്ന അവസ്ഥ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ഓരോ വെള്ളിയാഴ്ചയും വചനമായി ഈശോയെ സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മളും ചിന്തിക്കണം, എത്രമാത്രം ഒരുക്കത്തോടെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ അച്ഛൻ ആരാധനയിലൂടെയും വിശുദ്ധ കുർബാനയിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിനെ പകർന്നു നൽകുമ്പോൾ എത്രമാത്രം സ്വീകരിക്കാൻ ഒരുങ്ങിയാണ് ഞാൻ നിൽക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറഞ്ഞതാണ്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം പരിശുദ്ധാത്മാവാണ് ശക്തി നൽകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ലോകത്തെ പ്രതിബന്ധങ്ങളുടെ എല്ലാം മീതെ ഓടി നടക്കുവാൻ ജ്ഞാനം നൽകുന്നത് പരിശുദ്ധാത്മാവാ. അത് തന്നെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നോഹ പെട്ടകം പണിയുമ്പോൾ, അതായത് ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ നോഹ പെട്ടകം പണിയുക. അന്ന് വരെ ജനം കേട്ടിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ദൈവാത്മാവ് അവനോട് സംസാരിച്ചപ്പോൾ ശരിക്കും നോഹ ജ്ഞാനത്താൽ നിറഞ്ഞ് ഒരു പെട്ടകം പണിയാണ്. ഒരുപക്ഷെ ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാവരും അവനെ പരിഹസിച്ചിട്ടുണ്ടായിരിക്കാം. നീ എന്തായി ചെയ്യുന്നത്? പ്രളയം ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ എന്താ സംഭവം? കാരണം അങ്ങനെ ഒരു കോണ്ടക്സ്റ്റിൽ ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ആ മരുഭൂമിയിൽ ജലത്തിന്റെ പ്രളയത്തെക്കുറിച്ച് അവരങ്ങനെ ചിന്തിക്കുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ അവിടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ദൈവം പറഞ്ഞ ആ വഴിയിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 7-ാം അധ്യായം 17-ാം തിരുവചനം, വെള്ളപ്പൊക്കം 40 നാൾ തുടർന്നു, ജലനിരപ്പ് ഉയർന്നു, പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി, ഭൂമിയിൽ ജലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു, ജലനിരപ്പ് വളരെ ഉയർന്നു,
ആകാശത്തിന് കീഴെ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. പറഞ്ഞേ ഹല്ലേലൂയ. ആകാശത്തിന് മുകളിൽ ആകാശത്തിന് കീഴെ തല ഉയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനിടയിലായി. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ ഒത്തിരിയേറെ തകർച്ചയിലൂടെയും വേദനയിലൂടെയും പാപത്തിന്റെ അടിമത്തത്തിലൂടെയൊക്കെ പോകുമ്പോൾ നാമും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അടിക്കടി വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും എല്ലാം ദൈവാത്മാവ് മനുഷ്യ മക്കളോട് പറയുന്നുണ്ട്, നീ പോകുന്ന വഴിയെ നിന്ന് മാറി യാത്ര ചെയ്യണം. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ലോകത്തിൽ ദുരന്തങ്ങളുടെ തകർച്ചകളുടെ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നോഹയുടെ പെട്ടകം മാത്രം പൊങ്ങി നടക്കുന്നു. അതിനെ അതിജീവിക്കാനായിട്ട് സാധിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34-35 തിരുവചനം, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഒത്തിരിയേറെ കേട്ടിട്ടുള്ള വചനമാ, ഒത്തിരിയേറെ പ്രഘോഷങ്ങൾ കേട്ടിട്ടുള്ള വചനമാ. പറഞ്ഞേ ഹല്ലേലൂയ. ഇതൊരു കെണി പോലെ, അതായത് ആ വചനം പറഞ്ഞതാണ്, എന്തെന്നാൽ ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിബന്ധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഭൂമുഖത്ത് ജീവിക്കുന്ന എല്ലാവരുടെ മേൽ അത് നിബന്ധിക്കും. അടുത്ത വചനം പറഞ്ഞതാണ്, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ച് ജാഗരൂകരായിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. 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 അതായത് വെള്ളപ്പൊക്കം വന്നപ്പോൾ നോഹയുടെ പെട്ടകം ഉയർന്നു നിന്നതുപോലെ ഈ ലോകത്ത് ഒത്തിരിയേറെ ദുരന്തങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിനെ തരണം ചെയ്യണമെങ്കിൽ ഈ ആത്മാവിന്റെ സ്നാനം സ്വീകരിക്കണം. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോഴാണ് പ്രതിബന്ധങ്ങളെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുക. പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം, എവിടെയൊക്കെ ദൈവമക്കൾ ദൈവത്തിനായിട്ട് ആഗ്രഹിക്കുന്നു അവിടെ എല്ലാം ഇറങ്ങി വരുന്ന ഒരു ദൈവമാ. പറഞ്ഞ ഹല്ലേലൂയ. കാരണം എത്രമാത്രം കുറവുണ്ടായാലും സാധ്യമില്ല, ദൈവത്തിന് ഒരു കാര്യത്തിൽ ഇതാണ്, ദൈവമക്കൾ എവിടെയൊക്കെ നിലവിളിക്കുന്നു, അതായത് ബൈബിളിൽ ഉടനീളം കാണാൻ സാധിക്കും, ദൈവമക്കൾ എവിടെയെല്ലാം നിലവിളിക്കുന്നു, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നു, അവിടെയെല്ലാം ഇറങ്ങി വരുന്നവനാ ദൈവം. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹോറബിൽ മാമലയിൽ മുൾപ്പടർപ്പിന്റെ മധ്യത്തിൽ ജ്വലിച്ചിരുന്ന അഗ്നിയിൽ കർത്താവിന്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. മുൾപ്പടർപ്പ് കത്തിജ്വലിക്കുകയായിരുന്നു, എങ്കിലും അത് എരിഞ്ഞ് ചാമ്പലായില്ല. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്ന് മോശയോട് പറയുന്ന വചനം ഇതാണ്. അതായത് പുറപ്പാടിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം തിരുവചനം, ഈജിപ്തിലുള്ള എൻ്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വരുന്ന രോദനം ഞാൻ കേട്ടു, അവരുടെ യാത്രകൾ ഞാൻ അറിയുന്നു. ഈജിപ്തുകാരുടെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനും തേനും പാലും ഒഴുകുന്ന ഒരു ദേശത്തേക്ക് അവരെ നയിക്കുവാനാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. വീണ്ടും വചനം പറഞ്ഞതാണ് 9-ാം തിരുവചനം, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ നിലവിളി എൻ്റെ കാതുകളിൽ എത്തിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഈ ദൈവത്തിന്റെ ചൈതന്യം മരുഭൂമിയിലെ മുൾപ്പടപ്പിലേക്ക് കടന്നു വരിക. പറഞ്ഞേ ഹല്ലേലൂയ. മരുഭൂമി നമുക്കറിയാം, ശരിക്കും തിയോളജിയൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, മരുഭൂമിയിൽ ഏറ്റവും ഫലം തരുന്ന, അല്ലെങ്കിൽ മരുഭൂമിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ആദ്യം ചിന്തയിൽ വരുന്നത് ഈന്തപ്പനയാണ്. പറഞ്ഞ ഹല്ലേലൂയ. കാരണം മരുഭൂമിയിൽ ഏറ്റവും ഫലഭൂഷ്ടമായ വൃക്ഷവേദ ഈന്തപ്പനയാണ്. പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ ഈന്തപ്പനയിലേക്ക് അല്ല ദൈവത്തിന്റെ അഭിഷേകം വന്നിരിക്കുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. കാരണം എന്താ? ഞാൻ വന്നത് നീതിമാന്മാരെ തേടിയല്ല, ആരെ തേടിയാ? പാപികളെ തേടിയാ. പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിന്റെ ചൈതന്യം വരുന്നത് ഫലഭൂഷ്ടമായിട്ട് നിൽക്കുന്ന ഈന്തപ്പനയിലേക്കല്ല. പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിന്റെ ചൈതന്യം വരുന്നത് ആരും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കാത്ത, കടന്നു ചെല്ലുന്നവരെ മുറിപ്പെടുത്തുന്ന, എല്ലാവരാലും അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരു മുൾപ്പടപ്പിലേക്കാണ് ദൈവത്തിന്റെ അഭിഷേകം കടന്നു വരുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. 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 നിന്റെ കുറവുകള് ദൈവത്തിന്റെ കൃപ കടന്നു വരാൻ തടസ്സമായിട്ട് നിൽക്കുന്നത്. എവിടെയൊക്കെ അനുതാപം ഉണ്ടാകുന്നു, അതുകൊണ്ടാണ് പറയുന്നത് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ്. പറഞ്ഞ ഹല്ലേലൂയ. അതിനർത്ഥം ഒരു വ്യക്തി തന്റെ ആത്മീയതയിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട്, അവന് കുറവുണ്ട്, കർത്താവേ ഞാൻ പാപിയാണ് എന്ന് പറയുമ്പോൾ തന്നെ അവൻ സ്വർഗരാജ്യത്തിന് അവകാശിയാന്നാ പറയുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. നല്ല കള്ളൻ പറഞ്ഞ കർത്താവേ നീ എന്നെ കൂടെ ഓർക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞത് എന്താ? നീ ഇന്ന് എന്നോട് കൂടെ
പർദീസയിൽ ആരൊക്കെ ആത്മാവിൽ, കാരണം സ്വയം എളിമപ്പെടുത്തും. ഏഷ്യ 66:2 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ആത്മാവിൽ, ഒന്നേറ്റ് പറഞ്ഞേ, ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എന്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവരെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളുടെ നിലവിളി ദൈവത്തിന്റെ കാതുകളിലേക്ക് എത്തുമ്പോൾ അവിടെ ഇറങ്ങി വന്ന് അവരെ വഴി നടത്തുന്ന ദൈവം. പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് വിശന്നപ്പോൾ മന്ന നൽകി, അവരെ വഴി നടച്ചു, അവരെ ഓരോ സമയം കാത്തു പരിപാലിച്ച് ദൈവം അവരെ വാഗ്ദത്ത ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടു പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം നമ്മുടെ എല്ലാവരുടെയും യാത്ര ഇതാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് കാണാൻ സാധിക്കും, അതായത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനമാണ്. അതായത് നമുക്ക് കാണാൻ സാധിക്കും, ലൂക്കായുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, അതായത് സ്നേഹിതന്റെ വീട്ടിൽ അപ്പത്തിനായിട്ട് കടന്നു ചെല്ലുന്ന ഒരു സുഹൃത്തിൻ്റെ ഇതാ കാണാൻ സാധിക്കും. സുഹൃത്തിൻ്റെ വാതിൽ ചെന്ന് മുട്ടിയിട്ട് പറയും, സ്നേഹിത എനിക്ക് ദയവായി എത്രയപ്പം 3 അപ്പം വായ്പ തരിക. പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു യാത്രയിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളെല്ലാവരും ഒരു യാത്രയിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് നമ്മൾ എല്ലാവരും. ഈ യാത്രയിൽ ഒത്തിരിയേറെ ദാഹമുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ദാഹം ഉണ്ടാകുമ്പോൾ നമുക്ക് ആത്മീയമായ അപ്പം വേണം. ആത്മീയ തളർച്ച ഉണ്ടാകുമ്പോൾ ആത്മീയ അപ്പം വേണം. ഈ 3 അപ്പത്തെ കുറിച്ച് ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന ഒരു കാര്യമുണ്ട്. 3 അപ്പം എന്ന് പറയുന്നത് വിശ്വാസവും പ്രത്യാശയും സ്നേഹമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിൽ അവൻ യാത്ര ചെയ്യണമെങ്കിൽ 3 അപ്പം വേണം. അത് ആത്മീയ തലത്തിലാണേലും ഭൗതിക തലത്തിലാണേലും 3 അപ്പം വേണം. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഈ അപ്പം കുറയുമ്പോഴാണ് നമ്മൾ ഒത്തിരിയേറെ വിഷമിക്കുകയും കഷ്ടപ്പെടുത്തി. നമുക്കറിയാം, ഒരു ധ്യാനത്തിന് ആൾക്കാർ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? അവന്റെ വിശ്വാസം പോയി. പറഞ്ഞേ ഹല്ലേലൂയ. അവന് പ്രാർത്ഥിക്കാനുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. 2 പ്രത്യാശ, അവന്റെ ജീവിതത്തിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. 3 അവന്റെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധം, സ്നേഹം നഷ്ടപ്പെടുന്നു. നമുക്കറിയാം, നമ്മുടെ കുടുംബജീവിതത്തിലായിക്കോട്ടെ, സഹോദര ബന്ധങ്ങളിലായിക്കോട്ടെ, ഈ കുറവ് വരുന്നത് ഇതിലാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ വിശ്വാസത്തിൽ കുറവ് വരുമ്പോൾ അവിടെ തകർച്ച വരും. കാരണം കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ കഷ്ടപ്പാടും ദുരിതങ്ങളും വന്നു കഴിയുമ്പോൾ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ വരും. അവർ തമ്മിലുള്ള പരസ്പര സ്നേഹം കുറയുമ്പോഴും ഈ തടസ്സങ്ങൾ വരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇതിന്റെ എല്ലാം നടുവിൽ ദൈവാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ അടുത്തേക്ക് കടന്നു വരും. പറഞ്ഞേ ഹല്ലേലൂയ. 2 ദിനവൃത്താന്തം 7-ാം അധ്യായം 14-ാം തിരുവചനം, എന്റെ നാമം പേറുന്ന എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളിൽ നിന്ന് പിന്തിരികയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരെ പ്രാർത്ഥന കേട്ട് അവരെ പാപം ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. അടുത്ത വചനം പറഞ്ഞതാണ്, ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. എൻ്റെ നാമം ഇവിടെ എന്നേക്കും നിലനിൽക്കേണ്ടതിന് ഈ ആലയം തിരഞ്ഞെടുത്ത് വിശദീകരിച്ചിരുന്നാൽ എൻ്റെ ഹൃദയപൂർവ്വമായ കടാക്ഷം സദാ ഇതിന്മേൽ ഉണ്ടായിരിക്കും. 2 കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 സാമുവേൽ 7:29, അടിയന്റെ കുടുംബം അങ്ങയുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവള്ളമാകണമേ. ദൈവമായ കർത്താവെ, അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവിടുത്തെ അനുഗ്രഹത്താൽ അവിടുത്തെ കുടുംബം എന്നേക്കും അനുഗ്രഹമായി. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ നിന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് കാണാണ്ട് സാധിക്കും. ഏലിയാം പ്രവാചകൻ, നമ്മൾ എല്ലാവർക്കും അറിയാം, ഏലിയാം പ്രവാചകൻ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറക്കുന്ന കാണാണ്ട് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഒറ്റയ്ക്ക്, ഒരുപക്ഷെ ആദ്യത്തെ ഒരു കൺവെൻഷൻ അതാന്ന് പറയാം. ഇസ്രായേൽ അവരുടെ ജനത്തെ എല്ലാം ഒരുമിച്ച് കൂട്ടി, മലമുകളിൽ ഒരുമിച്ച് കൂട്ടി. കാരണം ഒറ്റയ്ക്ക് ജനത്തെ വെല്ലുവിളിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ആ ഒരു വിശ്വാസത്തിന്റെ തലം, അതായത് ഏലിയ വിറകടുക്കി വെച്ചു, അതിന് മുകളിലേക്ക് വെള്ളമൊഴിച്ചു, അതൊരു വെള്ളക്കെട്ടാക്കി മാറ്റി. നമുക്കറിയാം, ഈ അഗ്നിയെ കെടുത്തുന്നതാണ് എന്ത്? ജലം. അഗ്നിയെ കെടുത്തുന്നതാണ് ജലം. പക്ഷേ ഇവിടെ ഏലിയായുടെ വിശ്വാസമുണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ കെടുത്താൻ ഒരു ജലത്തിനും സാധിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ആ ഒരു അഭിഷേകം ഏലിയായിൽ ഉള്ളതുകൊണ്ട് ഏലിയ വിറകടുക്കി വെച്ച് അവിടെ ഒരു തളം കെട്ടിയിട്ട് അവിടെ വെള്ളം മുഴുവൻ നിറച്ചു. എന്നിട്ട് പ്രാർത്ഥിക്കുക.
അപ്പോഴത്തേക്കും സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങി വരുന്നത് കാണാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യമേ ബൈബിളിലെ കുറച്ച് ഇതൊക്കെ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം വിശ്വാസത്തോടെ ഏലിയ വിളിക്കുമ്പോഴത്തേക്കും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വരും. പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഉള്ളിലുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാണ് നമ്മിൽ കത്തുന്നതെങ്കിൽ ഒരിക്കലും എന്ത് പ്രശ്നം വന്നാലും അത് നമ്മൾ കെടുത്താൻ പറ്റിയല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമ 8:35 ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? എൻ്റെ ജീവിതത്തിൽ ക്ലേശം വന്നാലോ, ദുരിതം വന്നാലോ, പട്ടിണി വന്നാലോ, ആപത്ത് വന്നാലോ, എന്ത് ദുരിതം വന്നാലും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇതൊരിക്കലും മാറ്റാൻ, എൻ്റെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരിക്കലും മാറ്റാൻ പറ്റിയല്ല. പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3 യുവാക്കന്മാർ തീച്ചൂളയിലായിരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും തീയുടെ നടുവിൽ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 27-ാം തിരുവചനം, ചൂളയുടെ മധ്യഭാഗം ജലഗണങ്ങൾ നിറഞ്ഞ കാറ്റ് വീശുന്ന സ്ഥലം പോലെയായി, അതുകൊണ്ട് അഗ്നി അവരെ സ്പർശിച്ചില്ല, അതവരെ ഉപദ്രവിക്കുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കത്തുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ കൃപയാണ്. ഒരിക്കലും അവനെ കെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ആ തുടർന്ന് വന്ന് നമുക്ക് കാണാൻ സാധിക്കും എത്രമാത്രം തകർച്ചകൾ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ. നമുക്കറിയാം സൂസന്നയുടെ ജീവിതത്തിൽ അവളുടെ ഒരു തകർച്ച വരുമ്പോൾ ദാനിയേലിൻ്റെ ആത്മാവിനെ ദൈവം ഉണർത്തി എന്നാണ് വചനം പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വീണ്ടും നമുക്ക് പുതിയ നിയമത്തിലേക്ക് വന്നു കഴിയുമ്പോൾ കാണാൻ സാധിക്കും ഈ ഒരു ആത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്ലീഹന്മാരിലുണ്ടാകുന്ന വ്യത്യാസം നമുക്കെല്ലാവരും കേട്ടിട്ടുള്ള. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 1-ാം അധ്യായം അപ്പോസ്തലപ്രവർത്തനം 1-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോസ്തലപ്രവർത്തനം 1-ാം അധ്യായം, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരിക്കുവിൻ. എന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിക്കാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ബൈബിളിലെ കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോകുന്നു ഒരു അഭിഷേകത്തിന് വേണ്ടി. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഒരിക്കലും ഈ ലോക ജീവിതത്തിന് വേണ്ടിയല്ല. പറഞ്ഞേ ഹല്ലേലൂയ. ശിശുമാരെ ശുശ്രൂഷയ്ക്കായിട്ട് ഇറക്കുന്നതിന് മുമ്പ് ഈശോ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്, എന്നിൽ നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനത്തിനായിട്ട് കാത്തിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. എന്താ? അപ്പോസ്തലപ്രവർത്തനം 1:8, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. കാരണം ഈ ഒരു അഭിഷേകമാണ് അവരെ ഈ ലോക ജീവിതത്തിൽ നിന്ന് മാറി പുതിയൊരു സൃഷ്ടിയാക്കി അവരെ സഹായിച്ചത്. പറഞ്ഞേ ഹല്ലേലൂയ. അവരുടെ ഏത് കുറവിലും ബലഹീനതയിലും അവരെ കൂടെ നിർത്തുന്ന ഒരു ആത്മാവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് റോമ 8:26, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മളിപ്പോൾ ബൈബിളിന്റെ ചരിത്രത്തിൽ ഒത്തിരിയേറെ ജീവിതത്തിൽ, കാരണം സമയത്തിന് ഇതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോകുന്നുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. ബൈബിളിൽ ഉടനീളം പ്രവർത്തിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആത്മാവാണ് സ്ലീഹന്മാരിലൂടെ പകർന്ന് ഇന്ന് നമ്മുടെ ഇടയിലും നമ്മുടെ ഉള്ളിലും വസിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ആ ആത്മാവാണ് എൻ്റെ ഉള്ളിലുള്ളത്. പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ ബലഹീനതയിൽ, എൻ്റെ കുറവിൽ എന്നെ സഹായിക്കുന്ന ആത്മാവ്. നമ്മൾ പറഞ്ഞ വചനം ഏതാ? റോമ 8:26, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി ഈ അവാച്യമായ നെടുവീർപ്പ് ഒത്തിരിയേറെ വിഷമിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റിയല്ല. ചിലപ്പോൾ നമ്മൾ ഇരിക്കുന്നില്ലേ, ആ നെടുവീർപ്പ് പോലും പരിശുദ്ധാത്മാവിന്റെ ദാനമാണെന്നാ പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം നമ്മുടെ ജീവിതത്തിൽ എന്ത് ആവശ്യമുണ്ടോ അതെല്ലാം ചെയ്തു തരുന്ന പരിശുദ്ധാത്മാവാ. അതാണ് എഫെസ്യർ 3:20 പറയുന്നത്, നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് മഹത്വം ഉണ്ടാകട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. അതിനെയാണ് സങ്കീർത്തനം പറയുന്നത്, അത്യുന്നതന്റെ ശക്തി പ്രകടമാകാത്തതാണ് എൻ്റെ ദുഃഖത്തിന് കാരണം. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഈ ആത്മാവിനെ എങ്ങനെ എനിക്ക് നേടാനായിട്ട് സാധിക്കും? പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടിയാണ് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്നത്.
എന്നെ കൈപിടിച്ച് നടത്തുന്നതും എന്നെ ഓരോ സമയങ്ങളിൽ സഹായിച്ചതും ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തന്നത് ആത്മാവാണ്. പലപ്പോഴും ആത്മീയ ജീവിതത്തിലും പ്രാർത്ഥിക്കാൻ കൃപ നൽകുന്നതും പരിശുദ്ധാത്മാവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സ്ത്രീഹന്മാരെ കൂട്ടിയിരുത്തി ഒരുക്കി പ്രാർത്ഥിച്ച് ആ അഭിഷേകത്തിലേക്ക് കൊണ്ടുവരിക. ആ ആത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് പേടിയില്ലാതെ മാറി. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിബന്ധങ്ങളെയും നേരിടാനായിട്ട് എനിക്ക് സാധിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ശരിക്കും നമ്മുടെ ജീവിതത്തിൽ റോമ 8 ജീവിതമാണ് ശരിക്കും പറഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ലോക ജീവിതത്തിൽ അവൻ പ്രാബല്യമാക്കേണ്ടത് ആത്മാവിലുള്ള ജീവിതം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:15 ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവൽ ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ കണ്ണുകളുടെ ദുരാശ, ജഡത്തിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത ഇതൊന്നും പിതാവിൽ നിന്നുള്ളതല്ല. ലോകവും അതിന്റെ മോഹങ്ങളും കടന്നു പോകും. എന്നാൽ ദൈവഹിതം നിറവേറ്റുന്നവനാകട്ടെ എന്നേക്കും ജീവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. കാരണം സ്ലീഹന്മാരുടെ അഭിഷേകത്തിൽ ആ ഒരു അഭിഷേകം കിട്ടുന്നത് അതുകൊണ്ടാണ് 2 കൊരിന്തോസ് 4:16 പറയുന്നത്, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവേർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. ആ വസതി ധരിക്കുമ്പോൾ ആ വസ്ത്രം ധരിക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നഗ്നരായി കാണപ്പെടുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ വ്യക്തിപരമായ ജീവിതത്തിലായിക്കോട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടത് ദ റിന്യൂവൽ ഇൻ ദി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിലുള്ള ഒരു നവീകരണം അതിനുവേണ്ടിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഒത്തിരിയേറെ മനുഷ്യർ പറയുന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്ന്, എനിക്ക് ആഗ്രഹമുണ്ട് വിശുദ്ധ ജീവിതത്തിലേക്ക് വരണം, എനിക്ക് ആഗ്രഹമുണ്ട് ശുശ്രൂഷയിലേക്ക് വരണം, പക്ഷെ പറ്റുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. റോമ 7:15 പറയുന്നത് പോലെ ഇച്ഛിക്കുന്ന നന്മയല്ല ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തെന്നാൽ ഞാൻ ഇച്ഛിക്കുന്നതല്ല വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. ഈ അഭിഷേകത്തിലേക്ക്, ഈ പരിശുദ്ധാത്മാവിന്റെ കൃപയിലേക്ക് നമുക്ക് എങ്ങനെ വരാൻ പറ്റും? പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് നമ്മൾ ഇത് ധ്യാനിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16 മുതലുള്ള തിരുവചനം ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. എങ്ങനെ ഒരു വ്യക്തിക്ക് ആത്മാവിൽ വിശുദ്ധീകരിക്കപ്പെടാം? എങ്ങനെ ഒരു വ്യക്തി പാപത്തിലേക്ക് പോകുന്നു? പറഞ്ഞേ ഹല്ലേലൂയ. അതായത് നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനുമെതിരാണ്. അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്ന പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വന്നു. ഒന്നേറ്റ് പറഞ്ഞേ ആത്മാവിന്റെ, ഉച്ചത്തിൽ പറഞ്ഞേ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. എന്തെന്നാൽ ജഡമോഹങ്ങൾ ആത്മാവിന് എതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനും എതിരാണ്. അവ പരസ്പരം എതിർക്കുന്ന നിമിത്തം ആഗ്രഹിക്കുന്നത് സാധിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം നമ്മൾ എപ്പോഴും ഒരു ആത്മീയ സമരത്തിലാണ്. എഫേസ്യസ് 6:10-20 പറയുന്നത് പോലെ ഒരു ആത്മീയ സമരത്തിലാണ് നമ്മൾ എല്ലാവരും. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം അവിടെ പറഞ്ഞ കാര്യമാണ്, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാപത്തിലും കരുത്തുള്ളവരാവിൻ, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. സ്വർഗീയ ഇടം എന്ന് പറഞ്ഞ ഏതാ? ദൈവം വസിക്കുന്ന സ്ഥലം. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ്. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവശാസ്ത്രന്മാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ 4 തലങ്ങൾ കൂടുന്നതാണ് ഒരു വ്യക്തി. പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ്, ആത്മാവ്, മനസ്സ്, ശരീരം. ഏതൊക്കെയാ?
പരിശുദ്ധാത്മാവ്, ആത്മാവ്, മനസ്സ്, ശരീരം. ഇനി ശ്രദ്ധിച്ചു കേട്ടണം, എങ്ങനെ ഒരു വ്യക്തി പാപത്തിലേക്ക് വീഴുന്നു? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ ഒരു വ്യക്തി പാപത്തിലേക്ക് വീഴുന്നു പോകുന്നത് എങ്ങനെയാണെന്നറിയോ? എങ്ങനെ പാപത്തിലേക്ക് വീണു പോകുന്നത്? അല്ലെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ വിശുദ്ധനായി, ആദ്യം പറയാം, ഒരു വ്യക്തി എങ്ങനെ വിശുദ്ധനായിട്ട് മാറുന്നു? പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പരിശുദ്ധാത്മാവ് ആത്മാവിൽ നിറഞ്ഞ്, പറഞ്ഞേ ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ആത്മാവിൽ നിറഞ്ഞ് ഈ ആത്മാവ് മനസ്സിനെ നവീകരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ മനസ്സിനെ നവീകരിക്കപ്പെടുന്ന മനസ്സ് എന്തിനെ കീഴടക്കുന്നു? ശരീരത്തെ കീഴടക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് പരിശുദ്ധാത്മാവ് ആത്മാവിൽ നിറഞ്ഞ് ആത്മാവ് മനസ്സിനെ നവീകരിക്കുന്നു, മനസ്സ് എന്തിനെ കീഴടക്കുന്നു? അങ്ങനെ നവീകരിക്കപ്പെട്ട മനസ്സ് എന്തിനെ കീഴടക്കുന്നു? ശരീരത്തെ കീഴടക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എങ്ങനെയാ പാപത്തിൽ വീണു പോകുന്നത് ശ്രദ്ധിച്ചോണം. അതായത് ശരീരം, നമുക്കറിയാം ഇന്ദ്രിയങ്ങൾ, കണ്ണ്, നാക്ക്, മൂക്ക്, ത്വക്ക്, ഇതെല്ലാം അതായത് ഇന്ദ്രിയങ്ങൾ. അതായത് ശരീരം മനസ്സിനെ കീഴടക്കുന്നു. എന്തിന്? നേരെ തിരിച്ച് ശരീരം എന്തിനെ കീഴടക്കുന്നു? മനസ്സിനെ കീഴടക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ മനസ്സ് പെട്ടെന്ന് ആത്മാവിനെ നിയന്ത്രിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഈ ആത്മാവിന് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കാൻ പറ്റിയാൽ, കീഴടക്കാൻ പറ്റിയാൽ ആത്മാവിനെ വേദനിപ്പിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത് എന്താ? രക്ഷയുടെ ദിനത്തിനു വേണ്ടി നിങ്ങളെ മുദ്രണം ചെയ്ത പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വേദനിപ്പിക്കരുത്. നിങ്ങൾ അനുസരിക്കുന്നില്ല നിങ്ങളുടെ അഹങ്കാരത്തെ ചൊല്ലി രഹസ്യത്തിൽ എൻ്റെ ആത്മാവ് കരയും. പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വ്യക്തി പാപം ചെയ്യുമ്പോൾ ആത്മാവിനെ വേദനിപ്പിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ വീണു പോകുന്നത് എങ്ങനെയാണ്? ശരീരം മനസ്സിനെ കീഴടക്കുന്നു, മനസ്സ് ആത്മാവിനെ നിയന്ത്രിക്കുന്നു, ആത്മാവ് മനസ്സിനെ ആത്മാവ് പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എങ്ങനെ വിശുദ്ധനാകുന്നത്? പരിശുദ്ധാത്മാവ് ആത്മാവിൽ നിറഞ്ഞ് ആത്മാവ് മനസ്സിനെ നിയന്ത്രിക്കുന്നു, മനസ്സ് ശരീരത്തെ കീഴടക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് രണ്ടായിട്ട് വേർപെടുത്തുക. പറഞ്ഞേ ഹല്ലേലൂയ. ശരീരവും ആത്മാവും. ശ്രദ്ധിച്ചു കേട്ടോ, ശരീരവും ആത്മാവും. പറഞ്ഞേ ഹല്ലേലൂയ. ഇതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളോട് ഞാൻ പറയുന്നു, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കും. ഉള്ളിൽ എന്തുണ്ട്? കാരണം നമുക്കറിയാം, ഇതൊരു ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഒരു തേങ്ങ പോലെ, തേങ്ങയുടെ പുറത്ത് ഒരു ചകിരിയുണ്ട്, അതിനകത്ത് ഇതുണ്ട്, ചിരട്ടയുണ്ട്, മാംസമുണ്ട്, വെള്ളമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ശരീരം അങ്ങനെയാണ്. അപ്പോൾ ഉള്ളിൽ ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവാൻ ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് രണ്ട് തലമ. പറഞ്ഞേ ഹല്ലേലൂയ. പെട്ടെന്ന് ഒരാളോട് എന്താ പറയുന്നത്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, പെട്ടെന്ന് ഇന്ദ്രിയം, പെട്ടെന്ന് നമ്മൾ തെറ്റായ ഒരു കാഴ്ച കാണുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ആ കാഴ്ച കാണുമ്പോൾ ഉള്ളിൽ ആത്മാവിന്റെ വചനം പൊങ്ങി വരും. എന്താ? ആസക്തിയോടെ സ്ത്രീയെ അല്ലെ പുരുഷനെ നോക്കുന്നവൻ കണ്ണുകൾ കൊണ്ട് വ്യഭിചാരിച്ചു. പറഞ്ഞേ ഹല്ലേലൂയ. ശരീരം പറയും നീ നോക്കിക്കോ, ആത്മാവ് പറയും അത് നോക്കരുത്, തെറ്റാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പെട്ടെന്ന് ഒരാൾ നമ്മളോട് ദേഷ്യപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയ. ശരീരം പറയും അവൻ ഒരെണ്ണം കൊടുത്തു, അല്ലെ രണ്ടെണ്ണം പറഞ്ഞു. ഉള്ളിൽ ആത്മാവ് പറയും എന്താ പറയുന്നത്? നിന്റെ ഒരു കരുണ കാണിച്ചു തന്നതിനോട് മറ്റേ കരുണ കൂടി കാണിച്ചു കൊടുക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. ഒരാളോട് സഹായം ചെയ്യാനായിട്ട് ഒരു പ്രേരണ കിട്ടുമ്പോൾ ശരീരം പറയും അവനങ്ങ് തന്നെ ചെയ്താലും മതി, അവൻ തന്നെ ചെയ്യട്ടെ, അവനങ്ങ് എവിടം വരെ ചെയ്യുന്നൊന്ന് കാണട്ടെ. ശരീരം പറയും. ഉള്ളിൽ ആത്മാവ് പറയും എന്താ? 1 മൈൽ ദൂരം പോകാൻ ആഗ്രഹിക്കുന്നതിനോടെ 2 മൈൽ ദൂരം പോവുക. പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് എപ്പോഴും നടക്കുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ചില കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പെട്ടെന്ന് കുടുംബത്തിൽ വഴക്കുണ്ടായി, പെട്ടെന്ന് ദേഷ്യപ്പെട്ടു, കുറച്ച് കഴിയുമ്പോൾ ഉള്ളിലൊരു പ്രേരണ തോന്നും, വേണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് എവിടുന്ന് വരുന്നതാ? ആത്മാവിൽ നിന്ന് വരുന്നതാ. പറഞ്ഞേ ഹല്ലേലൂയ. ശരീരം എപ്പോഴും എന്താ പറയുക, ഒപ്പോസ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം ഇതൊരു യുദ്ധമാണ് നടന്നുകൊണ്ട്. ഇതിൽ ആർക്ക് ശക്തി കൂടുന്നു അവരാണ് വിജയിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ശരീരം ശക്തിപ്പെട്ടാൽ ശരീരത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാ? ശരീരത്തിന്റെ വ്യാപാരങ്ങൾ. ശരീരത്തിൽ ജഡം ശക്തിപ്പെട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളും ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ശരീരമാണ്, ജഡമാണ് ഒരാളിൽ മുൻപിട്ട് അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കുന്നെങ്കിൽ അവന്റെ ഉള്ളിൽ നിന്ന് ഇതെല്ലാം വമിച്ചുകൊണ്ടേയിരിക്കും. അവൻ ആരോടും ക്ഷമിക്കാൻ പറ്റിയല്ല. ഒരു കുടുംബത്തിൽ എപ്പോഴും വഴക്കായിരിക്കും. കാരണം ഒരു വിട്ടുവീഴ്ച സമാധാനമില്ല. കാരണം അവനിൽ പ്രവർത്തിക്കുന്ന എപ്പോഴും ജഡമാണ്, ആത്മാവല്ല. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഈ ആത്മാവ് ശക്തി പ്രാപിക്കുന്ന അനുസരിച്ചാണ്. അതാണ് ജഡത്തെ ആത്മാവിനാൽ നിഹരിക്കണം എന്ന് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തട്ടിട്ട് പറഞ്ഞേ ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഒരാളെ ഉറങ്ങുന്നുണ്ട്, ആ ആളെ മാത്രം വിളിച്ചില്ല, ഒന്നുകൂടെ തട്ടിക്കേ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ആത്മാവ് ശക്തിപ്പെടുന്നതനുസരിച്ച് ജനം താന്നുകൊണ്ടേയിരിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ഒത്തിരിയേറെ തളർന്നിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞ് ഭക്ഷണം ഒത്തിരിയേറെ വിഷമിച്ച്, അല്ലെങ്കിൽ ക്ഷീണം ഒത്തിരിയേറെ പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് ചെല്ലുന്നു. നമുക്ക് അന്നേരം ഭക്ഷണം കിട്ടുന്നു. നമ്മൾ വിഭവസമൃദ്ധമായ ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് സംഭവിക്കും? ശരീരത്തിൻ്റെ ഇതെല്ലാം മാറി ശരീരത്തിന് നല്ല എനർജി കിട്ടും. പറഞ്ഞേ ഹല്ലേലൂയ. ശരീരത്തിന് എനർജി കിട്ടും. ഈ ഭക്ഷണം കഴിച്ചുകൊണ്ട് ആത്മാവിന് ഇത് കിട്ടുമോ? ഇല്ല. ആത്മാവിൻ്റെ ഭക്ഷണം എന്താ? മത്തായി 4:4, ലൂക്ക 4:4 എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ അധരങ്ങൾ പുറപ്പെടുന്ന വചനം കൊണ്ടാ. പറഞ്ഞേ ഹല്ലേലൂയ. ഭക്ഷണം കഴിച്ചാൽ ശരീരം ശക്തിപ്പെടും. വചനം വായിച്ചു കഴിയുമ്പോൾ, വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിയുമ്പോൾ, പരിത്യാഗ പ്രവൃത്തികൾ ചെയ്തു കഴിയുമ്പോൾ, ആത്മീയമായിട്ട് വളർന്നു കഴിയുമ്പോൾ ആര് ശക്തിപ്പെടും? ആത്മാവ് ശക്തിപ്പെടും. പറഞ്ഞേ ഹല്ലേലൂയ. പൊതുവെ ധ്യാന കേന്ദ്രങ്ങളോടുള്ള ഏറ്റവും വലിയ പരാതി എന്നാണെന്നറിയോ? അവൻ അവിടെ ധ്യാനിക്കാൻ പോയിട്ട് എന്നാ കാര്യം? ഒരാഴ്ച പിടിച്ചു വന്നു, പിന്നെ അവൻ കൂടി തുടങ്ങി. അല്ലെ, ഒരു മാസം കഴിഞ്ഞു, പിന്നെ അവൻ്റെ എല്ലാം തീർന്നു. ഇത് പറയാനുള്ള കാരണം എന്താ? ധ്യാന കേന്ദ്രത്തിൻ്റെ കുഴപ്പമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, അവൻ ഒരു മാസം പിടിച്ചു നിന്നു, അല്ലെ 2 ആഴ്ച പിടിച്ചു നിന്നു. നമ്മളാഴ്ച ചിലപ്പോൾ 6 മാസം പിടിച്ചു നിന്നു. ഈ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് കാരണം എന്താ? ഒരു 5 ദിവസം ധ്യാനത്തിൽ സംഭവിക്കുന്നത് എന്താ? ഈ 5 ദിവസം ധ്യാനത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ശരീരത്തിന്റെ ഭക്ഷണമാണോ ആത്മാവിന്റെ ഭക്ഷണമാണോ? പറഞ്ഞേ ഹല്ലേലൂയ. ഭക്ഷണം കഞ്ഞിയും പയറൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. കാരണം അതിനേക്കാൾ കൂടുതൽ സമയം എന്തിനാ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ആത്മാവാ. അപ്പൊ ആത്മാവ് ലോഡ് ചെയ്തപ്പോൾ ആത്മാവിൽ നിന്ന് ശക്തി ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ 5 ദിവസം ഇരുന്ന് പ്രാർത്ഥിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആര് ശക്തിപ്പെട്ടു? ആത്മാവ് ശക്തിപ്പെട്ടു. കാരണം ആ മനുഷ്യൻ തന്നെയാണ്. പക്ഷെ അവന്റെ ഉള്ളിൽ ആത്മാവ് ശക്തിപ്പെടുന്നതനുസരിച്ച് അവൻ എന്തിനെ അതിജീവിക്കാൻ പറ്റും? പ്രലോഭനങ്ങളെ അതിജീവിക്കാനായിട്ട് പറ്റും. പറഞ്ഞേ ഹല്ലേലൂയ. അല്ലെങ്കിൽ അശുദ്ധിയെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഉള്ളിൽ നിന്ന് ആത്മാവ് ശക്തിപ്പെടുന്നതനുസരിച്ചാണ്, ഈ ആത്മാവിന് ഭക്ഷണം കൊടുക്കുന്നതനുസരിച്ചാണ് ആത്മാവ് ശക്തിപ്പെടുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, പണ്ട് കാലത്തൊക്കെ ആത്മീയ പിതാക്കന്മാരുടെ ടൈം ടേബിൾ നമുക്കറിയാം. നമുക്കറിയാം ഇന്ന് തന്നെ 7 യാമങ്ങളുണ്ട്. അതെന്താ? വെളുപ്പിനെ 3 മണിക്ക് പണ്ട് പിതാക്കന്മാർ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. 3 മണിക്ക് 6 മണിക്ക് എഴുന്നേറ്റ് അവർ കുർബാനയിൽ പ്രാർത്ഥിക്കും. അതിനുശേഷം 9 മണിക്ക് അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകും. 12 മണിക്ക് അവർ പ്രാർത്ഥിച്ചിട്ട് അല്പനേരം, കാരണം വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേക്കുന്ന അല്പനേരം വിശ്രമിക്കും. അതിനുശേഷം വൈകുന്നേരം 6 മണിക്ക് 3 മണിക്ക് ശേഷം അവർ പ്രാർത്ഥിച്ചിട്ട് അല്പനേരം കൃഷി അങ്ങനെ കാര്യങ്ങളിലേക്കൊക്കെ പോകും. 6 മണിയാകുമ്പം അവർ ഫ്രഷായി പ്രാർത്ഥിച്ച് അവരുടെ പഠനത്തിലേക്കും ഇതിലേക്ക് പോകും. 9 മണിയാകുമ്പോൾ അവർ പ്രാർത്ഥിച്ച് അവർ കടക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ എല്ലാ കാര്യങ്ങളും ആത്മാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഒരുങ്ങി പോകുന്നതുകൊണ്ട് അവർ വീണില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അന്ന് 7 നേരം അവർ പ്രാർത്ഥിച്ചുകൊണ്ടേ ഓരോ കാര്യങ്ങൾ ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ വീണ് പോകുന്നതിന് കാരണം എന്താ? 7 നേരം പ്രാർത്ഥനയ്ക്ക് പകരം 7 നേരം ഭക്ഷണമായി. 7 നേരം പ്രാർത്ഥനയ്ക്ക് പകരം 7 നേരം. അപ്പൊ ആര് ശക്തിപ്പെടുന്നു? ശരീരം ശക്തിപ്പെടുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഈ ശരീരം അതാണ് പറയുന്നത്, സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മ ഈ ജഡത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അരൂപിയുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ പറയും, നമുക്കൊരു പൊതുവെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അവിടുന്ന് ഒരു ബന്ധനം വന്നു, ഇവിടുന്ന് ഒരു ബന്ധനം വന്നു. അത് കാരണം മനുഷ്യന് സ്വയം കുറ്റമേറ്റെടുക്കാനുള്ള ഒരു ഇതില്ല. അതുകൊണ്ട് അപ്പോൾ എന്തിനും ആരെയും എന്ന് വെച്ചാൽ പൈശാചക്തികൾ ഇല്ലെന്നല്ല, അതുകൊണ്ട്. പക്ഷെ പഴിചാരുന്ന സ്വഭാവമുണ്ട്. അത് കാരണം ബന്ധനം വന്നു. ഇതൊന്നുമല്ല. കാരണം ആത്മാവ് ശക്തിപ്പെടാത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? അതിനെ അതിജീവിക്കാൻ മനുഷ്യന് സാധിക്കാതെ വരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ആത്മാവ് ശക്തിപ്പെട്ടെങ്കിൽ മാത്രമേ, കാരണം ചില തെറ്റുകൾ, അടിക്കടി ചില പാപങ്ങൾ വരുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, വിശുദ്ധിക്ക് വേണ്ടി ഒത്തിരിയേറെ നമുക്കറിയാം, വിശുദ്ധിക്ക് വേണ്ടി ഒത്തിരിയേറെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചില തെറ്റുകൾ വരുമ്പോൾ അതിനെ മാറാൻ വേണ്ടി ഓടുന്നു. ഇതൊരിക്കലും പുറമേ നിന്നൊരു പ്രലോഭനം വന്ന് കയറുന്നതിനേക്കാൾ ഉപരി, പറഞ്ഞേ ഹല്ലേലൂയ, ഇത് ഉള്ളിൽ നിന്ന് വരുന്നതാ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം മലയാളത്തിൽ അതിന് വിശുദ്ധത എന്ന് പറയും. കാരണം വിശുദ്ധിയേക്കാൾ ഉപരി പ്രാധാന്യം വിശുദ്ധതയ്ക്കാ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഹോളിനെസ് എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് ഈശോയാണ്. കാരണം അതൊരു അവൻ നടന്ന വഴിയേ ഉള്ള യാത്രയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം
ഇതിനകത്ത് ഏറ്റവും ഉള്ളിൽ നടക്കുന്ന ഒരു തലമുണ്ട്, അതായത് പ്യൂരിറ്റി ഇൻ ഹാർട്ട്, അതായത് ഹൃദയത്തിൻ്റെ വിശുദ്ധ, ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എന്താ, കാരണം ഒരു പരിപൂർണമായൊരു വിശുദ്ധി അല്ലെങ്കിൽ വിശുദ്ധത ഉണ്ടാകുമ്പോഴാണ് വിശുദ്ധി നടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വർണ്ണമുണ്ടായി. ഈ വർണ്ണം ഉണ്ടാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പഴുത്ത് നേരെ ട്രീറ്റ് ചെയ്തതിൽ എന്ത് സംഭവിക്കും? കുറച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് എന്ത് സംഭവിക്കും? പഴുപ്പ് പുറത്ത് ചാടാനായിട്ട് തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. ഈ പഴുപ്പ് നമ്മൾ തുടച്ച് കളയുന്നതിനേക്കാൾ ഉപരി ഇത് മാറണം എന്ത് ചെയ്യണം? ഉള്ളിലുള്ള ആ മുറിവിനെ സുഖപ്പെടുത്തണം. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് പറയുന്നത് പോലെ ഈ ആത്മാവിനെ ശക്തിപ്പെടുത്തി കഴിയുമ്പോഴാണ് ആത്മാവ് ഫലം പുറപ്പെടുവിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം, അതായത് നമുക്കറിയാം, പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ത്യാഗം കൊണ്ടും ഉള്ളിലുള്ള ആത്മാവിനെ നമ്മൾ വളർത്തിയെടുത്തു കഴിയുമ്പോൾ ഈ ആത്മാവ് ഫലം പുറപ്പെടുവിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ശരീരം ശക്തിപ്പെടും. നമ്മൾ പ്രാർത്ഥനയും ഉപവാസവും ത്യാഗവും എല്ലാം എടുത്തു കഴിയുമ്പോൾ ആര് ശക്തിപ്പെടും? ആത്മാവ് ശക്തിപ്പെടും. ഈ ആത്മാവ് ശക്തിപ്പെടുത്തി കഴിയുമ്പോൾ നമുക്കറിയാം, ഒരു ചെടി നട്ട് നമ്മൾ നല്ലതായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഇതെല്ലാം കഴിയുമ്പോൾ ഈ ചെടി നല്ല പൂ തരും, അല്ലെ കാ തരും, നല്ല ഫലം തരും. അങ്ങനെ ഈ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആത്മാവിനെ നമ്മൾ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ, പ്രാർത്ഥന കൊണ്ടും കുമ്പസാരം കൊണ്ടും കൂദാശ കൊണ്ടൊക്കെ വിശുദ്ധീകരിച്ച് കഴിയുമ്പോൾ ആത്മാവ് പുറപ്പെടുവിക്കുന്ന ഫലമാണ് ഗലാത്തി 5:22 ആത്മാവിന്റെ ഫലങ്ങൾ. പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും കൂടുതൽ ധ്യാന കേന്ദ്രങ്ങളിലും പ്രാർത്ഥനാലയങ്ങളിലും ഇന്ന് ഓടി നടക്കുന്നത് ഇത് ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാ. എന്തൊക്കെയാ? ശ്രദ്ധിച്ചേ, ഒന്നേറ്റ് പറഞ്ഞേ. സ്നേഹം, ഉച്ചത്തിൽ പറഞ്ഞേ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കൊന്ത ചെല്ലുന്നതിലെല്ലാം ഒത്തിരിയേറെ കാര്യങ്ങൾ ഇത് കിട്ടാൻ വേണ്ടിയല്ലേ ഭൗതികമായിട്ട്. ഇത് വേറെ എവിടെയല്ല. എവിടെയുണ്ട്? എൻ്റെ ഉള്ളിലുണ്ട്. എവിടെയുണ്ട്? എൻ്റെ ഉള്ളിലുണ്ട്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് എവിടുന്നോ വരുന്ന ഒരു ഇതല്ല. പറഞ്ഞ ഹല്ലേലൂയ. അവിടെ നമ്മുടെ ഉള്ളിലുള്ള ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു പറയുന്നത് അതുകൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ വളർത്തിയെടുക്കുമ്പോഴാണ് കുടുംബത്തിൽ എന്തുണ്ടാകുന്നത്? സ്നേഹം ഉണ്ടാകുന്നത്. കുടുംബത്തിൽ സമാധാനക്കുറവുണ്ടോ? ഇത് വേറെ എവിടുന്നോ വിളിച്ചോണ്ട് വരുന്നതല്ല. എൻ്റെ ഉള്ളിലെ ആത്മാവ് ഫലം പുറപ്പെടുവിക്കുമ്പോൾ ആ കുടുംബത്തിൽ സ്നേഹം നിറയും. എൻ്റെ ഉള്ളിലെ ആത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ, ആത്മാവിനെ ബലപ്പെടുത്തി കഴിയുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവും, ക്ഷമയുണ്ടാവും, വിട്ടുവീഴ്ചയുണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. ഇത് നമ്മളെ തന്നെ നവീകരിക്കാതെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താ? എല്ലാം ഇങ്ങനെ കിട്ടിക്കോട്ടെ പുറമേ. കാരണം നമ്മൾ ത്യാഗം എടുക്കുകയോ പ്രാർത്ഥിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധ കൊടുത്തേക്കുന്നത് നമ്മുടെ ശരീരത്തെ പ്രതിയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഇതെപ്പോഴും ശരീരമാണ്. ശരീരത്തിനെപ്പോഴും പരിക്ക് പറ്റിക്കൊണ്ടേയിരിക്കും. ശരീരത്തിനെപ്പോഴും പരിക്ക് പറ്റിക്കൊണ്ടേയിരിക്കും. കാരണം ഇത് ബേസിക്കലി സംഭവം എന്ന് വെച്ചാൽ ഇതിനെപ്പോഴും ലോകത്തിന്റെ സ്വഭാവം കാണിക്കും. കാരണം ഇതിന്റെ കണ്ടന്റ് എന്താ? ഇതെന്താ ശരിക്കും? മണ്ണ. ഇതെന്താ? മണ്ണ. മനുഷ്യ നീ മണ്ണ. ഇതെപ്പോഴും ലോകത്തിന്റെ സ്വഭാവം കാണിക്കും. ഉള്ളിലുള്ള ആത്മാവ് ആരുടെയാ? എവിടുന്നുള്ളതാ? സ്വർഗത്തിൽ നിന്നുള്ള. അത് ആരുടെ സ്വഭാവം കാണിക്കും? ദൈവത്തിന്റെ സ്വഭാവം കാണിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ദൈവമക്കളെ ഓർക്കണം, 2 തലങ്ങളുണ്ട്. നമുക്കറിയാം, ആനന്ദവും സന്തോഷവും. പറഞ്ഞ ഹല്ലേലൂയ. സന്തോഷം നൽകുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എനിക്കൊരു ജോലിയുണ്ട്, നല്ലൊരു കുടുംബമുണ്ട്, നല്ല ജീവിത പങ്കാളിയുണ്ട്, കാറുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, എൻ്റെ മക്കൾ വിദേശത്താണ്, നല്ല വീടുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളെല്ലാം ഉണ്ട്, ദൈവം എനിക്ക് ഒത്തിരിയേറെ കാര്യങ്ങൾ തന്നിട്ടുണ്ടെന്നെല്ലാം നമ്മൾ പറയും. ഇതെല്ലാം സന്തോഷം നൽകുന്ന മേഖലകളാണ്. പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സന്തോഷം നൽകുന്ന മേഖലകൾക്കെല്ലാം പരിക്ക് പറ്റാം. ജീവിത പങ്കാളി ഇട്ടേച്ച് പോകാം, മക്കള് പുറത്തു പോയിട്ട് തിരിച്ചു വന്നില്ലെന്നിരിക്കുക, കാറ് വേണേ നഷ്ടപ്പെട്ടതാ, പൈസ മുഴുവൻ പോയി കടക്കാരനാകാം. നമ്മൾ ഈ പറയുന്ന സന്തോഷം നൽകുന്ന എല്ലാത്തിനും പരിക്ക് പറ്റും. ഇതിനെല്ലാം പരിക്ക് പറ്റുമ്പോഴും സ്ഥായിയായി നിൽക്കുന്ന ഒന്നാണ് ആനന്ദം. അത് ആത്മാവ് തരുന്ന. പറഞ്ഞ ഹല്ലേലൂയ. ഇത് രണ്ടും ഇതിനെല്ലാം പരിക്ക് പറ്റുമ്പോഴും എന്ത് സംഭവിക്കും? സ്ഥായിയായി നിൽക്കുന്ന ഒന്നാണ് ആനന്ദം. അതുകൊണ്ടാണ് മറിയത്തിന്റെ സ്തോത്രത്തിൽ പറയുന്നത്, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ. എൻ്റെ ആത്മാവ് എവിടെ ആനന്ദിക്കുന്നത്? രക്ഷകനായ ദൈവത്തിൽ എന്ത് ചെയ്യുന്നു?
ആനന്ദിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർക്ക് ദുരിതങ്ങളോ ക്ലേശമോ പട്ടിണിയോ നഗ്നതയോ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അവരുടെ ജീവിതത്തിൽ അവരെ ഒന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അവരെ മാറ്റാൻ പറ്റാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ആത്മാവ് അവരിൽ നിറഞ്ഞതുകൊണ്ടാണ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ. അതുപോലെ തന്നെ വചനമാണ് ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം തിരുവചനം. അത്തിവർഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലിൽ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, അത്തിവർഷം പൂക്കുന്നില്ല. പറഞ്ഞ അത്തിന്ന് തന്നെ പ്രോസ്പെരിറ്റിയുടെ അടയാളമാണ്. അത് ഫലം തരുന്നില്ല. കാരണം ഒന്ന് പറഞ്ഞ ഹല്ലേലൂയ. മുന്തിരിച്ചെടിയിൽ കായ്കളില്ല, ഒലിവ് മരത്തിൽ കായ്കളില്ല. ഒലിവുമരം എന്ന് പറയുന്നത് അഭിഷേകത്തെ സൂചിപ്പിക്കുന്ന. പറഞ്ഞ ഹല്ലേലൂയ. പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കുറവുകളുണ്ടായിട്ട്, ഞാൻ ഭൗതികമായിട്ട് തകർന്നാലും എന്തൊക്കെ വീഴ്ചകളിൽ പോരായ്മകൾ എൻ്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ ആരിൽ ആനന്ദിക്കും? ദൈവത്തിൽ ആനന്ദിക്കും. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ആത്മാവ് ശക്തിപ്പെട്ട്, കാരണം നമ്മളെല്ലാവരും മാറും. നമ്മളെല്ലാം ഈ പുറമേ നമ്മൾ ഈ കാണുന്ന എല്ലാം ലോകത്തിൽ ഇട്ടേച്ച് പോകേണ്ടതാ. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ അതിനെ ദാതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാ മനുഷ്യൻ. പറഞ്ഞ ഹല്ലേലൂയ. ഒന്നേറ്റ് പറഞ്ഞ അല്പകാലം മുമ്പ്, ഉച്ചത്തി പറഞ്ഞ അല്പകാലം മുമ്പ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ടവരും അല്പകാലം കഴിയുമ്പോൾ തനിക്ക് കടമായി ലഭിച്ച ആത്മാവിനെ ദാതാവ് ആവശ്യപ്പെട്ട് കഴിയുമ്പോൾ ആത്മാവിനെ ദാതാവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് മണ്ണിലേക്ക് മടങ്ങേണ്ടവനാണ് മനുഷ്യൻ. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിച്ചേ, ശരീരവും ആത്മാവും, ഇത് ശരീരം മണ്ണിൽ തീരും. പറഞ്ഞ ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെയൊക്കെ പറമ്പിലൊക്കെ സൈഡിൽ കൂടെയൊക്കെ എലി ചത്ത് ചീഞ്ഞ് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ അവസാനം. ഇത് മുഴുവൻ ചീഞ്ഞു പോവും. പറഞ്ഞ ഹല്ലേലൂയ. എന്നെഴുതി അധ്വാനിക്കേണ്ടെന്നല്ല. പറഞ്ഞ ഹല്ലേലൂയ. അധ്വാനിച്ച് തന്നെ ജീവിക്കണം. പക്ഷേ ഇതെല്ലാം പോകും. അവിടെ വചനം പറഞ്ഞത് എന്താ? ഈ ആത്മാവിനെ എവിടെ ഏൽപ്പിക്കും? ദാതാവിന്റെ കരങ്ങളിലേക്ക്. അതുകൊണ്ടാണ് ഇത് വിശുദ്ധീകരിക്കപ്പെടാൻ പറയുന്നത്. പറഞ്ഞ ഹല്ലേലൂയ. ആത്മാവിനെ വിശുദ്ധീകരിക്കുന്നതിനെ കുറിച്ച് ഏറ്റവും പറയുന്നത്. അതുകൊണ്ടാണ് ശരീരത്തെ മറന്ന് ആത്മാവിനെ ലക്ഷ്യം വെക്കണം എന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അതാണ്. പറഞ്ഞ ഹല്ലേലൂയ. കാരണം ഭൗതികമായ ഏത് തലങ്ങളിലും, ഇപ്പൊ ജോബിന്റെ ജീവിതത്തിലായി കാണാൻ സാധിക്കും, ഭൗതികമായ തലങ്ങളിലെല്ലാം എല്ലാം വീഴ്ചകൾ വരുമ്പോഴും എല്ലാം തകർന്നു പോകുമ്പോഴും അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തേ. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഈ ആത്മാവിനെ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെ കൃപകൾ ഉണ്ടാകും. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ, ആത്മീയമായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ ഈ ഓരോ ദിവസവും ആത്മാവിനെ ഉജ്ജ്വലിപ്പിക്കപ്പെടണം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് ഉജ്ജ്വലിക്കേണ്ടത്. അതുകൊണ്ട് ഇന്നത്തോടെ നമുക്കറിയാം 5 നേരം ശരീരത്തെ നമുക്കറിയാം. ഞാൻ പറഞ്ഞ ഒരിക്കൽ പറയാം, 2 തലങ്ങളുണ്ട്, ജഡവും ആത്മാവും. ജഡത്തിനാണ് ശക്തി കൂടുന്നതെങ്കിൽ ജഡം ആത്മാവിനെ ഞെരുക്കാൻ തുടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പീഡകൾ ഉണ്ടാവും, ദുഃഖങ്ങൾ ഉണ്ടാവും, ദുരിതങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റാതെ വരും. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ലോകത്തിൽ എപ്പോഴും ഞെരുക്കങ്ങളുണ്ട്. യോഹന്നാൻ 16:33 ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാവും. പറഞ്ഞേ ഹല്ലേലൂയ. വചനം പറഞ്ഞത് എന്താ? തുറന്ന് വചനം പറഞ്ഞത് എന്താ? ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ. എങ്കിലും ധൈര്യം അവലംബിക്കുവാൻ ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ ജഡവും ആത്മാവും തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഇതിൽ ആര് ജയിക്കുന്നു അതനുസരിച്ച് നമ്മൾ, ഇപ്പൊ ജഡമാണ് ജയിക്കുന്നതെങ്കിൽ പാപത്തിലേക്ക് നമ്മൾ വീഴും. ആത്മാവാണ് ജയിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വിശുദ്ധിയിലേക്ക് വരും. പറഞ്ഞേ ഹല്ലേലൂയ. എഫെസസ് 6:10-20. കാരണം ഈ ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ കടന്നു വരേണ്ടത്. അവസാനമായി ശ്രദ്ധിച്ചു കേട്ടാ, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താന്റെ കുടിലതന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാ, നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല,
പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എല്ലാ ആയുധങ്ങളും ധരിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കർത്തവ്യം, ഒരു ദൈവമകന് ചേർന്ന എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ. സമാധാനത്തിന്റെ സുവിശേഷം ഒരുക്കമാകുന്ന പാദരക്ഷ ധരിക്കുവിൻ. സർവോപരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ സജ്ജരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവിൻ. രക്ഷയുടെ പടത്തുപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ.